ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ പുട്ട്. പുട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും അതിന് ചെറിയ രീതിക്കൊന്ന് മാറ്റം വരുത്തിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് കളേഴ്സ് പുട്ട്. നമ്മുടെ ഒരു പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ചേർക്കാതെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് റെസിപ്പീസ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത് രണ്ട് കളേഴ്സിലാണ് കേട്ടോ. ഒന്ന് ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ ഒന്നൊരു പിങ്ക് ഏതാണ്ട് ഒരു പേർപ്പിൾ കളർ ഷെയ്ഡ് വരുന്നതുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്ന ക്യാരറ്റും ബീട്രൂട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 ചെറിയ സൈസ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഹോൾസ് ഇല്ലേ, അതിൽ വെച്ചിട്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്ത് പൊടി പൊടിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുട്ട് ഉണ്ടാക്കുന്നത് ഉമ്മയാണ് കേട്ടോ, ഷെമ്മൂൻ്റെ ഉമ്മയാണ്. ഇന്നലെ നമ്മുടെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, ഉമ്മ തന്നെയാണ് ഇന്ന് പുട്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഉമ്മ ഇതാ പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ചിരകി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പൊതുവേ ഷെമ്മൂൻ്റെ വീട്ടിൽ പാക്കറ്റ് പുട്ടുപൊടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഉമ്മ പുട്ടുണ്ടാക്കാറ്. അപ്പോൾ ഇത് ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഗ്ലോബലിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ നിങ്ങൾ പൊതുവേ ഏതാണോ പുട്ടുപൊടി വാങ്ങിക്കാറ് അല്ലെങ്കിൽ വീട്ടിൽ പൊടിക്കുന്നതിനാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉമ്മാൻ്റെ തേങ്ങ ചിരകലും അതുപോലെ തന്നെ എൻ്റെ ക്യാരറ്റ് ഗ്രേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് പുട്ടിനുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഇതാ ഈ ഒരു കിണ്ണത്തിലേക്ക് ഉമ്മ ആ ഒരു പാക്കറ്റ് മൊത്തത്തിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പുട്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നോർമലി നിങ്ങൾ പുട്ടിന് കുഴച്ചെടുക്കുമല്ലോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ പുട്ടിന് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മുടെ പൊടിയുടെ എല്ലാ ഭാഗത്തും നനവെത്തുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഫസ്റ്റ് തന്നെ ഒഴിക്കാതെ ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്യാരറ്റ് വേണോ അതിനനുസരിച്ച് കളറും ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിനും കളറിനൊക്കെ അനുസരിച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുമ്മ ക്യാരറ്റ് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഉമ്മ ഇതിപ്പോൾ 2 കളറിൽ പുട്ട് ചുടുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ നല്ലപോലെ ആ ഒരു പാക്കറ്റ് മൊത്തത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ. എന്നിട്ട് പകുതിയിൽ ക്യാരറ്റ് ഇട്ടിട്ടും പിന്നെ പകുതി ബീട്രൂട്ടിൻ്റെ കളറാക്കിയിട്ടുമാണ് ചുടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പുട്ടുപൊടി കുറച്ച് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ല, അപ്പുറത്തെ സൈഡിൽ നമ്മൾ കുറച്ച് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കളറിലുള്ള പുട്ട്. ഇനി നമുക്കിത് നോർമലി പുട്ട് നമ്മൾ കുറ്റിയിൽ നിറയ്ക്കുമല്ലോ, അതുപോലെ നിറച്ച് വെക്കണം. അങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉമ്മ മൊത്തത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ, എത്ര എണ്ണമാണ് ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. ഇനി നമ്മുടെ അടുത്ത പരിപാടി നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പുട്ട് കുറ്റിയിൽ നിറക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയെല്ലാം ഒരാൾ വന്നിട്ട് ഇവിടെ പണിയാക്കുന്നുണ്ട് കേട്ടോ, അവല. അപ്പോൾ അവ ആരാന്നുള്ളതൊക്കെ അറിയാൻ ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ പുട്ട് കുറ്റിയിൽ കുറച്ച് തേങ്ങ ഇടുക. പിന്നെ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും തേങ്ങ ഇടുക, വീണ്ടും പൊടി ഇടുക. നോർമലി ഇതന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ.
അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പുട്ട് അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട്, യെല്ലോ കളർ പുട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ കളർ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനായിട്ടുള്ള ബീട്രൂട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി മാത്രമാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുട്ടാക്കിയിട്ട് നല്ല കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം. നമുക്കിപ്പോൾ അത്രക്കൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രം മതി. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. എങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് ഇതിൻ്റെ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എങ്കിലും നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് നമുക്ക് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ല, നല്ലപോലെ അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടി ഇതിൻ്റെ നീര് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഹോൾസുള്ള അരിപ്പ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ അതിൻ്റെ നീര് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുക. അങ്ങനെ ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ഉമ്മ പുട്ടിനേക്ക് വീണ്ടും കുഴക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾറെഡി പുട്ടിന് മൊത്തത്തിൽ കുഴച്ച് വെച്ചിട്ട് അതിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പകുതിയിലേക്കാണ് കേട്ടോ ഈ ബീട്രൂട്ടിന് നീര് ഒഴിച്ച് കൊടുത്തിട്ട് ഉമ്മ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു കളറ് കിട്ടുന്ന എത്രത്തോളം നമുക്ക് ഈ കളർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് നീര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ മുഴുവനായിട്ട് വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ ഉമ്മ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കരുതും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കില്ല എന്നുള്ളത്, ഒരിക്കലും ഇല്ല കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവറുള്ളൊരു പുട്ടായിരുന്നു ബീട്രൂട്ടിനെ കൊണ്ട്. എനിക്ക് പേഴ്സണലി, എനിക്കും ഉമ്മാക്കും ഫാത്തിമാക്കും എല്ലാവർക്കും പേഴ്സണലി ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ബീട്രൂട്ടിൻ്റെ കളർ പുട്ടാണ് കേട്ടോ. പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ക്യാരറ്റിനെക്കാളും ഈ ഒരു കളറുള്ള പുട്ട ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര കളർ വേണ്ടോ അതിനനുസരിച്ച് നോക്കിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പിങ്ക് കളർ പുട്ടിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ ആവിക്ക് വെച്ചിട്ടുണ്ട് യെല്ലോ കളർ പുട്ട് റെഡി ആയിട്ടുണ്ട്. അത് ഉമ്മ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല മൊഞ്ചോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറും കൂടിയായിരുന്നു, നല്ല ഭംഗിയുള്ള കളറ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു യെല്ലോ പുട്ടും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഇനി അത് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഈ ഉമ്മേൻ്റെ പുട്ട് അവിടെ നിന്ന് ചൂടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല കളിയിലാണ് കേട്ടോ, ഹവ്വയും ഇന്നും കൂടിയിട്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തന്നെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നാസ്തക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പുട്ടിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാന്നുള്ള പ്ലാനിൽ കിച്ചണും കാര്യങ്ങളും ഒന്നും ഒരുക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഉമ്മ ഇന്ന് നാസ്ത എണീറ്റരം പറഞ്ഞ് പുട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഉമ്മ തന്നെ ഐഡിയ പറഞ്ഞത് എന്തായാലും നീ വീഡിയോ എടുത്തോ, ഇങ്ങനെ കളർ പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഉമ്മാൻ്റെ ഐഡിയ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഭയങ്കര നീറ്റാക്കി എടുക്കുന്നതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല കളിയിലാണ്. ഇവരെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മണിക്കൂറിൽ അരമണിക്കൂർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരമണിക്കൂർ ചെറിയ എന്താ പറയുക കുസൃതികളും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടിയും പിടിയും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ. പക്ഷെ മക്കളുണ്ടാകുമ്പോൾ അങ്ങനത്തെയൊക്കെ നടക്കണമല്ലോ വീടിൻ്റെ ഉള്ളിലെങ്കിലേ ഒരു രസമേ ഉള്ളൂ. അപ്പോൾ ഉമ്മ അടുത്ത പുട്ടും കുത്തുന്നുണ്ട്. ഉമ്മാൻ്റെ അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു പിങ്ക് കളർ പുട്ടില്ലേ അത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ക്യാരറ്റിൻ്റെ പുട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചൊരു നനവ് കൂടുതലുള്ള പോലെ തോന്നും കേട്ടോ. അതേ വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അങ്ങനെ പൊടിഞ്ഞു പോകുമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്തത് പിങ്ക് പുട്ടും നിങ്ങൾ സെയിം രീതിക്ക് തന്നെ കുറ്റിയിലേക്ക് നിറയ്ക്കുക. തേങ്ങ പുട്ടുപൊടി ആ ഒരു കണ്ടിന്യൂഷൻ തന്നെ. അപ്പോൾ നമ്മുടെ പിങ്ക് കളറും പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് ഉമ്മ കുത്തി വെക്കുന്നുണ്ട്, കണ്ടില്ല, നല്ല മൊഞ്ചില്ലേ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നത് വീഡിയോയിലായതുകൊണ്ട് ഇത്ര കുറച്ചൊരു കളർ കുറവ് പോലെ തോന്നുന്നുണ്ട്, നേരിട്ട് ഇതിലും നല്ലൊരു മൊഞ്ച് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക.
അതുപോലെ തന്നെ ഇന്നലത്തെ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ വീഡിയോയിൽ ഒരു 1-2 കമൻറ്റ്സ് കണ്ട് ഇത്താക്ക് 2 ഉമ്മ ഉണ്ടോ എന്നുള്ളത്. എനിക്ക് നമ്മൾ മാരീഡ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും 2 ഉമ്മ ഉണ്ടാവുമല്ലോ, അതുപോലെ എനിക്കും 2 ഉമ്മ ഉണ്ട് കേട്ടോ. ഒന്ന് ഹസ്ബൻഡിൻ്റെ ഉമ്മ, ഒന്ന് എൻ്റെ ഉമ്മയോ. അപ്പോൾ രണ്ടും നമ്മുടെ ഉമ്മ തന്നെ. അപ്പോൾ ഇത് ഉമ്മാൻ്റെ പുട്ട് ഇടലല്ലോ ഇവിടെ കഴിഞ്ഞ്. അങ്ങനെ ഈ ഒരു പുട്ടിൻ്റെ കൂടെ ഉമ്മ വേറൊരു പുട്ടും കൂടി ചുട്ടിട്ടുണ്ട്, മുത്താറി പുട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട് എന്നറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈ ഒരു പുട്ടിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പഴം പഞ്ചസാര കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീട്രൂട്ട് പുട്ട് വേറെ ലെവൽ തന്നെയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ അയച്ചു തരിക. പിന്നെ വേറെ എന്താണ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്